ഹായ് എവ്രിവൺ. അപ്പോൾ നമുക്ക് 6-6 പോർട്ടൽ എനർജിയുടെ ഒരു കറൻറ്റ് ഫീലിങ്സ് നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് 6-6 പോർട്ടൽ? എനിക്ക് വളരെയധികം കാർമിക് ക്ലിയറൻസസിൻ്റെ ഒരു സമയമായിരുന്നു കേട്ടോ. ഒരുപാട് ഇമോഷണൽ പെയിനും അതുപോലെ കാർമിക്കിൻ്റെ ഉപദ്രവങ്ങളും എനിക്ക് ലഭിച്ചു. നിങ്ങൾക്ക് അങ്ങനെയായിരുന്നോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ആയിട്ടുള്ള എനർജി നോക്കാം. ഫോർ ദിസ് ടൈമിങ് ഷഫിൾ ചെയ്യുന്നുണ്ട് ഞാൻ. യെസ്, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു എനർജിയിലാണ് 2 ഓഫ് സോർഡ്സ്. രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. രണ്ട് ചോയ്സസിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് വരണോ അത് അവിടെ നിൽക്കണോ, ഇപ്പോഴും തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ജഗ്ൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫിൻ്റെ കാര്യങ്ങളായിരിക്കാം, കരിയറിൻ്റെ കേസായിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം, നിങ്ങളായിരിക്കാം. 2 ഓഫ് സോഴ്സ് പല കാര്യങ്ങൾ കണ്ണടച്ചെടുത്ത ഡിസിഷൻ കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. യെസ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്. സോ അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനും ഫിനാൻഷ്യലി ഒന്ന് സെറ്റിലായിട്ട് വരാനാണ്. ഫിനാൻഷ്യലി ആണ് സെറ്റിൽ ആവാവുന്നതും കംപ്ലീറ്റ് ആകുന്നതും കാണുന്നില്ല, അതും ആവാൻ പറ്റുന്നില്ല. സോ അവർ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ആൻഡ് ഓൾസോ 3 ഓഫ് സോർഡ്സിന്റെ കാർഡ് വന്നിട്ടുള്ളത് കറക്റ്റാണ്. എനിക്ക് ഈ സെയിം എനർജി ആയിരുന്നു കേട്ടോ ഫീൽ ചെയ്തത്. അവരും ഒരു ബ്രേക്കപ്പിന്റെ അല്ലെങ്കിൽ സെപ്പറേഷന്റെ അവരുടെ ലൈഫിലും പല രീതിയിലുള്ള കാർമിക് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല. പല രീതിയിലും അവർക്ക് പല കാര്യങ്ങളും അവരെ ഹോണ്ട് ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. അല്ലെങ്കിൽ ലൈഫിലുള്ള 3 സോർഡ്സ്, 3 പേഴ്സൺസ് അവരെ ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട ആളുകളാണ്. പക്ഷെ ഇതിൽ നിന്ന് ഒരാൾ ചൂസ് ചെയ്യാൻ പറ്റാതെ സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂയിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് അവർ ഈ ഒരു എനർജിയിലാണ് അവർ ഓടി തളർന്നു ചത്ത് ജീവിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത്. ഞാനൊരു ചിക്സ് എടുത്തിട്ടുണ്ട്. കറക്റ്റ് ആണല്ലോ ഈശ്വര. ഹാർട്ട് ടേക്ക് ആൻഡ് ലോസ് ഞാൻ ഇങ്ങനെ എടുത്താണ് നോക്കിയിട്ടില്ല. അല്ല, അവർക്ക് എന്തൊക്കെയോ നഷ്ടങ്ങളും അല്ലെങ്കിൽ ഹൃദയത്തിൽ ഭയങ്കര വേദന കാണിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ക്രൗൺ ചക്ര നന്നായിട്ട് അപ്ഗ്രേഡ് ആവുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു യെല്ലോ എടുത്തു നോക്കട്ടെ നമുക്ക്. എന്താ നോക്കട്ടെ. പാഷൻ ഇഗ്നൈറ്റഡ് മീൻസ് അവർക്ക് ഒരു പാഷനിലേക്ക് ഇത്ര നാൾ പാഷനിലേക്ക് ചിന്തിച്ചിട്ടില്ല. കാരണം അവർക്ക് എവിടെയും സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ പാഷൻ അവർ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഹാർട്ട് ടേക്ക് ആൻഡ് ലോസ് മീൻസ് അവരുടെ ഹൃദയത്തിൽ വളരെയധികം വേദന, നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഉണ്ട്. ക്രൗൺ ചക്രയിൽ അപ്ഗ്രേഡ് നടക്കുന്നുണ്ട്. ഒരു കാർഡും കൂടി എടുക്കാം നമുക്ക്. റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ്. യെസ്, അവർ ചിലപ്പോൾ ഈ കണക്ഷനെ കുറിച്ച് കൂടുതൽ റെക്കഗ്നൈസ്ഡ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് അവർ ഇത്രയും അച്ചീവ് ചെയ്തതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. സോ കറൻ്റ്ലി പറയുകയാണെങ്കിൽ വളരെയധികം പെയിനിലൂടെയും വിഷമത്തിലൂടെയും നഷ്ടങ്ങളിലൂടെയും ഇങ്ങനെ ഒരു ഭ്രാന്ത് പിടിച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അവർക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കുക, നന്നായിട്ട് ഫോർഗിവ്നെസ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് എനർജി ആഫ്റ്റർ 6-6 പോർട്ടൽ എനർജി. ഓക്കെ, സോ